ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് പറയാനാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ ഉണ്ടാകുമെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ? എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം ഏറ്റവും വലിയൊരു പോസ്റ്റ് തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അത്രയും മത്സര ബുദ്ധിയോടുകൂടി കണ്ടുവേണം ഇതിന് പഠിച്ചു തുടങ്ങാൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ സിലബസ് മാറുന്നുണ്ടോ, എത്ര മാർക്കിനായിരിക്കും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന് ആദ്യം ഒരു വ്യക്തത വരുത്തണം, എന്നിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. അപ്പൊ നമുക്കറിയാം 2 സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അതിനാദ്യം പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. അതുപോലെ 200 മാർക്കിനാണ് മെയിൻസ് എക്സാം നടക്കുന്നത് എന്നും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെ ആയിരിക്കാം എന്നുള്ളതൊന്ന് ചിന്തിക്കാലോ. പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ എല്ലാ PSCയിലും കണ്ടതുപോലെ തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ ഇവിടെയും ഉണ്ടാകും. പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വാങ്ങിയിട്ട് പഠിച്ചാൽ മതിയോ? പോരാ. മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടായേ പറ്റൂ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. 2024 കറണ്ട് അഫയേഴ്സിൽ നിന്നും പഠിച്ചു തുടങ്ങാം. നമ്മുടെ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആവണം അല്ലെ? അപ്പൊ നമ്മൾ ഒരു 5ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം പഠന വിഷയമാക്കുക. അതിനകത്ത് സോഷ്യൽ ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സയൻസ് വിഷയങ്ങൾ, കമ്പ്യൂട്ടർ, ഇതൊക്കെ നമ്മൾ SCERT NCERT ടെക്സ്റ്റ് ബുക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ചരിത്രം ഒന്നും മാറുന്നില്ല അല്ലെ? സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ചരിത്രത്തിന്റെ വിപുലമായ രീതിയാണ് പിന്നെ നമ്മൾ ഓരോ ക്ലാസ്സിൽ എത്തുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 5ാം ക്ലാസ്സിന്റെ തുടർച്ച 6ൽ വരുന്നുണ്ട്, 6ലെ തുടർച്ച 7ൽ വരുന്നു. ഇങ്ങനെ ഒരു +2 വരെയുള്ള ചരിത്രം ടെക്സ്റ്റ് ബുക്ക്, സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ സയൻസ് ആയാലും മലയാളത്തിലാണെങ്കിൽ പോലും മലയാളത്തിൽ ഒരുപാട് കവികളുണ്ട്, എഴുത്തുകാരുണ്ട് അല്ലെ? കവികളുണ്ട്, അവരുടെ കൃതികളുണ്ട്, ചെറുകഥയുണ്ട്, നോവലുണ്ട്. ഇതൊക്കെ നമുക്ക് ബൈഹാർട്ട് പഠിക്കാൻ സാധിക്കില്ല, ഒരുപാട് കൃതികൾ ഉള്ളതുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിനെ കേന്ദ്രീകരിച്ച് ഓരോ ടെക്സ്റ്റ് ബുക്കിലും വരുന്ന എഴുത്തുകാര്, അവരുടെ കൃതികള് ഏതിൽ നിന്നാണ് എടുത്തത്, അതുപോലെ കുറെ പദങ്ങൾ നമുക്ക് കിട്ടും. പര്യായങ്ങളും സമാനപദവും വിപരീതവും ഒറ്റപദമൊക്കെ ഈ SCERT ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഇംഗ്ലീഷും. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? SCERT NCERT ടെക്സ്റ്റ് ബുക്കാണ്. 5ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കിനെ സംഘടിപ്പിക്കാം, എന്നിട്ട് നമ്മൾ അത് വായിച്ചു തുടങ്ങുക. അത് തന്നെയാണ് ഏറ്റവും വലിയ പഠനത്തിന് സഹായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊന്ന് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് PSC പരീക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ഇതുവരെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് മുതൽക്കുള്ള ഡേറ്റ് വെച്ചുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അതായത് ഇന്ന് മുതൽക്കുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു നോക്കാം. 2024 അവസാനമായി ഇപ്പോ അല്ലെ? നവംബർ ആണ്, ഇനി ഡിസംബർ, ഒരു മാസം കൂടിയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇന്ന് മുതൽക്കുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സമയം കിട്ടുന്നതിനനുസരിച്ച് പഴയ കറണ്ട് അഫയേഴ്സുകൾ കൂടി നോക്കി പോവാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൂടി പഠിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ മലയാളം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മലയാളത്തിൽ 10 മാർക്ക് വരുന്ന നോക്കിയേ. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീതം, ശൈലി പഴഞ്ചൊല്ലുകള്, സമാനപദം, ചേർത്തെഴുത്ത്, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടകപദം, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ പരീക്ഷകൾക്കും, എല്ലാ PSC പരീക്ഷകൾക്കും കണ്ടുവരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെ? പക്ഷേ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വലിയ ഗ്രാമറുകൾ തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഈ പിരിച്ചെഴുത്തും ഘടകപദത്തിനകത്തൊക്കെ സന്ധി സമാസമൊക്കെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ തന്നെ
വിഷയത്തെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം. മലയാളത്തിനും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സഹായിക്കുന്നത് ഈ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. അതുപോലെ മറ്റു PSCകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നുകൂടി കടുകട്ടിയുള്ള മലയാള പദങ്ങളായിരിക്കും നമുക്ക് പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കിനും തുല്യമായിട്ടുള്ള പ്രാധാന്യത്തെ കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട രീതി, തുടക്കക്കാർ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ പവറോട് കൂടിയിട്ടുള്ള ആ ജോലിയിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, റാങ്ക് ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് വരുമോ, ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾ ആദ്യം മാറ്റി വെക്കാം. എന്നിട്ട് ആദ്യം തന്നെ ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ സ്കൂളിലൊക്കെ കഴിഞ്ഞു വന്നതാ, ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മൾ പഠിച്ച് കയറിയവരാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് പഠിക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ വേണം നമ്മൾ ആദ്യം പഠിച്ചിറങ്ങാൻ വേണ്ടി. അതുപോലെ നിങ്ങളിപ്പോ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുന്നു, കറണ്ട് അഫയേഴ്സ് നോക്കുന്നു, എന്നിട്ട് നിങ്ങൾ പരത്തി നോട്ട് എഴുതാതെ എന്ത് ചെയ്യണം, ഒരു പോക്കറ്റ് നോട്ട് ഉണ്ടാക്കാം. നമുക്ക് എക്സാമിന് ഏറ്റവും എളുപ്പം വായിച്ച് മനസ്സിലാക്കാനും പെട്ടെന്ന് മനസ്സിലേക്ക് അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കാനും നമുക്ക് നല്ലത് എന്താണ്, പോക്കറ്റ് നോട്ടുകളാണ്. അപ്പോൾ ചെറിയ ചെറിയ പോക്കറ്റ് നോട്ടുകൾ ഉണ്ടാക്കി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു ടൈം ടേബിൾ കൂടി ഫോളോ ചെയ്യണം. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടാണ് ഇത് എവിടെയാണ് എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം CCയിലേക്ക്. അപ്പൊ ഞങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒരു കൃത്യമായ ടൈം ടേബിളോട് കൂടിയിട്ടും എന്താണ് പഠിക്കേണ്ടത്, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് റാങ്ക് ലിസ്റ്റിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.